കേരള സംസ്ഥാന സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ജോബി മൂലയിലച്ച, ഹെഡ് മിസ്സസ് സിസ്റ്റർ മാരി ജോസഫ്, വേദിയിലായിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ ലീമ ജാനിസൺ സാർ, അവരുടെ കുടുംബാംഗങ്ങളെ, സദസ്സിലുള്ള ബഹുമാനപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഏവർക്കും ഈ നല്ല ദിനത്തിൻ്റെ അഭിവാദനങ്ങളും ആശംസകളും ഞാൻ ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂൾ അതിൻ്റെ 77ാമത് വാർഷിക ദിനാഘോഷവും ഈ സ്കൂളിലെ 2 അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനവും സംയുക്തമായി നടത്തുന്ന ഈ വേളയിൽ ഇവിടെ സന്നിഹിതയായിരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ജോസി മോൾ ജോർജിന്റെ റിപ്പോർട്ടിലൂടെ പാഠ്യേതര രംഗത്തുള്ള ഈ സ്കൂളിലെ കുട്ടികളുടെ മികവും തികവും നേട്ടങ്ങളും അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വളരെയേറെ സന്തോഷവും അഭിമാനവും വിസ്മയവും എനിക്ക് തോന്നുകയുണ്ടായി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തർക്കും ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ ഒരുക്കിയ നിങ്ങളുടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ച് എല്ലാറ്റിൻ്റെയും പിന്നിൽ നിന്ന് സമർത്ഥമായ നേതൃത്വം നൽകിയ ഹെഡ് മിസ്സസ് സിസ്റ്റർ മാരി ജോസഫിനും എൻ്റെ അകമലിഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. പൊതുവിദ്യാഭ്യാസത്തിലൂടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുത്ത നവോത്ഥാന നായകനാണ് വിശുദ്ധ ചാവറേശൻ എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സവർണർക്കായുള്ള പാഠശാലകളും നാമമാത്രമായ ഗവൺമെന്റ് സ്കൂളുകളും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒഴികെ അവർണർക്കോ സ്ത്രീകൾക്കോ കത്തോലിക്കർക്കോ ഉന്നത വിദ്യാഭ്യാസവും സർക്കാർ ഉദ്യോഗവും അന്യമായിരുന്ന കാലഘട്ടത്തിൽ ജാതിമത ഭേദമന്യേ ഏവർക്കും വിദ്യാഭ്യാസം സംലഭ്യമാക്കുന്നതിന് മുൻകൈയെടുത്ത ആചാര്യനാണല്ലോ വിശുദ്ധ ചാവറേശൻ. അദ്ദേഹത്തിന്റെ പാദസ്പർശനം ഏറ്റിട്ടുള്ള ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ആ ധന്യ ജീവിതത്തെ നയിച്ച ദർശനം എന്താണെന്ന് പങ്കുവയ്ക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ചാവറപിതാവിന്റെ ദർശനം ഇതായിരുന്നു: ദൈവം എൻ്റെ അപ്പനാണ്, എല്ലാ മനുഷ്യരും എൻ്റെ അപ്പന്റെ മക്കളാണ്, അതിനാൽ അവരെല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളാണ്. ഈ വിശ്വ സാഹോദര്യ ദർശനമാണ് എന്നും എപ്പോഴും എവിടെയും ക്രൈസ്തവ സമുദായത്തിന്റെ അനന്യതയും സ്ഥായീഭാവവും വ്യക്തമാക്കുന്ന ലോകരക്ഷകനായ ക്രിസ്തുനാഥന്റെ ഈ ദൈവരാജ്യ ദർശനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന് വഴി തിരിതെളിക്കുവാൻ ജ്ഞാനകർമ്മയോഗിയായ വിശുദ്ധ ചാവറയച്ചനെ പ്രേരിപ്പിച്ചത്. ഈ പുണ്യപുരുഷൻ അനേകം പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് സമർപ്പിതരായ സ്ത്രീകളിലൂടെ അവലകളും അർത്ഥരും അസംഘടിതരുമായ മലയാളത്തിലെ പെൺപൈതങ്ങളുടെ ആത്മീയവും ഭൗതികവും ബൗദ്ധികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ച് 1866 സ്ഥാപിച്ചതാണ് CMC സമൂഹം. ആരംഭത്തിൽ തന്നെ CMC സമൂഹം ശ്രദ്ധയൂന്നിയത് ഈ മലയാള നാട്ടിലെ പെൺപൈതങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെയുള്ള സമഗ്രമായ വളർച്ചയാണ്. 19ാം നൂറ്റാണ്ടിലെ 2ാം പകുതിയിൽ പെൺപൈതങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക വഴി പെൺകുട്ടികളിൽ വന്ന പരിവർത്തനം എന്തെന്ന് 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലത്ത് എഴുതിയ ഒരു കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതിലെ 2 വാചകം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. എത്രയും പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, ഉലക്ക പിടിക്കുകയും കലം തേക്കുകയും ചെയ്യുന്ന കൈ ഇതിൻ വണ്ണം എഴുതാനും തന്നെയും തന്റെ സൃഷ്ടാവിനെയും അറിയാതെയും അക്ഷരം കൂട്ടി ഒരുമിച്ച് വേണ്ടുവണ്ണം പറവാൻ തിരിയാതെയും ഒരു പ്രകാരം മൃഗമെന്ന പോലെ അടുക്കള ജീവിത സ്ഥിതിക്കാരായ നിങ്ങളെ ഇത്ര ഭാഗ്യാവസ്ഥയിൽ ഉയർത്തി സ്ഥാപിച്ച സർവേശ്വരൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ആധുനിക തലമുറയിലെ അംഗങ്ങളായി നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു കെട്ടുകഥ പോലെ തോന്നാം. എന്നാൽ അക്ഷരജ്ഞാനമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ വരെ ഉപയോഗിക്കുവാൻ നമ്മുടെ പെൺകുട്ടികൾ പ്രാപ്തരായെങ്കിൽ അതിന് കാരണം
ഇവർക്ക് നൽകപ്പെട്ട വിദ്യാഭ്യാസമാണ്. ഇന്നും അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോഴാണ് വിശുദ്ധ ചാവറയച്ചനും അദ്ദേഹം തുടങ്ങിവെച്ച സന്യാസ പ്രസ്ഥാനവും വഴി നമ്മുടെ നാടിനുണ്ടായ വളർച്ച നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. CMC ഈ നാട്ടിലെ പെൺവൈദ്യങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി 1949 ആർപ്പുക്കരയിൽ സ്ഥാപിച്ചതാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ പെൺപള്ളിക്കൂടം. ഇത് സ്ഥാപിച്ചിട്ട് 77 വർഷങ്ങൾ പിന്നിടുകയാണ്. അറിവിനൊപ്പം മനുഷ്യന്റെ പരമാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് സമഗ്ര വ്യക്തിത്വം വളർത്തുക എന്ന വിദ്യാഭ്യാസ ലക്ഷ്യത്തിലൂന്നി ശാസ്ത്ര, കലാ, കായിക, സാങ്കേതിക വിദ്യയിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്ന വിദ്യാലയമാണ് സെന്റ് ഫിലോമിനാസ്. വിശുദ്ധ ചാവറ പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജ്ഞാനകുരുടത്തം മാറ്റി ആത്മവിശ്വാസവും മൂല്യബോധവും പകർന്നേകുന്ന വിദ്യാഭ്യാസത്തിലൂടെ പെൺ ശക്തീകരണം സാധ്യമാക്കുന്ന ഒരു വിദ്യാകേന്ദ്രം. ചിട്ടയായ പരിശീലനത്തിലൂടെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി അവരെ ജീവിത വിജയത്തിലെത്തിച്ച 77 വർഷങ്ങളുടെ ചാരിതാർത്ഥ്യത്തിലാണ് സെന്റ് ഫിലോമിനാസ്. ജില്ലാ തലത്തിലെ കലാകായിക ശാസ്ത്രമേളകളിലെ ഓവറോൾ വിജയത്തിലൂടെ ഫിലോമിനാസിന്റെ പ്രശസ്തി ഇന്ന് സംസ്ഥാന മത്സരങ്ങൾ വരെ എത്തിയിരിക്കുന്നു എന്നത് ഈ അവസരത്തിൽ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. അതെ, സെന്റ് ഫിലോമിനാസ് ഒരു പെൺകുട്ടിയുടെ ജീവിത വിജയത്തിനുള്ള പരിശീലന കേന്ദ്രമാണ്. ഈ സ്കൂളിന്റെ വളർച്ചയിൽ അത്യധ്വാനം ചെയ്ത് മൺമറഞ്ഞു പോയവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും പൂർവികരമായ കർമ്മ സന്യാസിനികളെയും അധ്യാപകരായിരുന്ന അൽമായ സഹോദരങ്ങളെയും ഇത്തരുണത്തിൽ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. അവരുടെ ശൃംഖലയിൽ ഏറ്റവും അവസാനത്തേവരായി ഈ സ്കൂളിന്റെ പടി ഇറങ്ങുന്നവരാണ് ഇന്ന് ഔദ്യോഗികമായ യാത്രയയപ്പ് നൽകുന്ന സിസ്റ്റർ ലീമ റോസും സിസ്റ്റർ ശ്രീ ജാൻസൺ സാറും. സാലിമ എന്ന വിളിപ്പേരിൽ ഒരു സിസ്റ്റർ ആകാൻ കോൺവെന്റിൽ വന്ന നാൾ തുടങ്ങി സിസ്റ്റർ ലീമയെ എനിക്ക് വ്യക്തിപരമായി അറിയാം. വളരെയേറെ നന്മകളും കഴിവുകളും ക്രിയാത്മകതയും സമർപ്പണ ചൈതന്യവുമുള്ള ഒരു വ്യക്തിത്വം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രമല്ല, സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി രാപകലില്ലാതെ തുനിഞ്ഞിറങ്ങുന്ന, ഏത് കഷ്ടപ്പാടും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വം. സേവനം ചെയ്ത എല്ലാ മേഖലകളിലും, എല്ലാ സ്കൂളുകളിലും എല്ലാവരോടും ഇഴുകി ചേർന്ന ഒരു അധ്യാപികയായിരുന്നു സിസ്റ്റർ. പാഠ്യപാഠ്യേതര രംഗത്ത് വിജയക്കൊടി പാറിക്കാൻ സിസ്റ്ററിന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 1993 തുടങ്ങിയ ഔദ്യോഗിക ജീവിതം 2026 സെന്റ് ഫിലോമിനാസിൽ നിന്ന് ഔദ്യോഗികമായി അവസാനിക്കുമ്പോൾ സിസ്റ്ററിന്റെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങിയ ഒരുപറ്റം ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരും ഇവിടെ തന്നെ ഉണ്ട് എന്നത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാവുന്ന കാര്യമാണ്. സിസ്റ്റർ ഇവർക്ക് നൽകിയ മാനവികതയുടെ പാഠങ്ങളും സമ്മാനിച്ച മാതൃസ്നേഹവും ആത്മീയ അനുഭവങ്ങളും എന്നും മധുര സ്മരണകൾ ആയിരിക്കും. സിസ്റ്ററിന് എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് CMC സന്യാസിനി സമൂഹത്തിന്റെ പേരിൽ ഹൃദയപൂർവകമായ നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. ജാൻസൺ സാർ 1994 ഒരു അന്യ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഇറ്റാവ എന്ന സ്ഥലത്ത് ആരംഭിച്ച തന്റെ അധ്യാപന ജീവിതം 10 സ്കൂളുകൾ പിന്നിട്ടാണ് ഫിലോമിനാസിൽ എത്തിച്ചേർന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ബഹുമാനപ്പെട്ട സാറിനെ വ്യക്തിപരമായി അധികം പരിചയമൊന്നും എനിക്കില്ല. എങ്കിലും 26 വർഷത്തെ അധ്യാപന ജീവിതം വിദ്യാർത്ഥി സമൂഹത്തിന് സമ്മാനിച്ച നന്മകളും സമ്പന്നതകളും, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം പിതൃതുല്യമായ സാന്നിധ്യം ഫിലോമിനാസിന് നൽകി ചെയ്ത സേവനങ്ങളും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ജാൻസൺ സാറിനെയും ഹൃദയമുഖമായി ഞാൻ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപസംഹരിക്കുകയാണ്. ഈ നാടിനും സമൂഹത്തിനും നന്മയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പര്യാപ്തമായ കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കിയുള്ള വിദ്യാഭ്യാസം നൽകി ഈ നാടിനൊരു അനുഗ്രഹമായി തീരുവാൻ
തുടർന്നും ഈ വിദ്യാലയത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹെഡ് മിസ്സസ് സിസ്റ്റർ മരിയ ജോസഫിനും അധ്യാപകരും അനധ്യാപകരുമായ എല്ലാവർക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും 77ാമത് വാർഷിക ആഘോഷത്തിൻ്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ടും സർവീസിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ ലീമായ്ക്കും ജാൻസൺ സാറിനും അനുഗ്രഹപ്രദവും ഫലദായകവുമായ ഒരു വിശ്രമകാലം ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, dear Office Sister, for your esteemed presence and your valuable message on this great event. മധ്യ തിരുവിതാംകൂറിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ, ജനകീയനും സഹകാരിയുമായ ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹി, നമ്മുടെ സ്കൂളിന്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ഉദാരമനസ്കനും അഭ്യുദയകാംക്ഷിയുമായ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവരുടെ സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിന്റെ 77ാമത് വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.